278 പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായി ഈ പ്രശസ്ത സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ഇയറിൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. നമുക്കറിയാം, SEMS സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് 50 വർഷമായി. അതിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്. SEMS എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചിട്ട് 25 വർഷമായി. അതിൻ്റെ സിൽവർ ജൂബിലിയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ GPC നായരെ അനുസ്മരിക്കാതെ കടന്നു പോകുന്നത് ശരിയാവില്ല. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം നടത്തുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ബിരുദധാരികളായി പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ സുരക്ഷിതമായ ഒരു ജോലിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം. നമുക്കറിയാം, ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് നോളജ് എക്സ്പ്ലോഷന്റെ കാലമായിട്ടാണ്, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമായിട്ടാണ്. എല്ലാ കാലങ്ങളിലും മനുഷ്യന്റെ പരിണാമ ദിശയിലെല്ലാം മനുഷ്യൻ നേടിയെടുത്ത അറിവുകളാണ് മനുഷ്യനെ പുതിയ കാലത്തേക്കെല്ലാം നയിച്ചിരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് അത് പരിശോധിച്ചാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ നിരന്തരമായ അന്വേഷണങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ മാറ്റത്തിനും, ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ മാറ്റത്തിൻ്റെയും കാരണം. പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ അറിവുകൾക്കുമെല്ലാം തീർച്ചയായും ഉണ്ടായിരുന്നുവെങ്കിലും ഈ വേഗത ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളെയെല്ലാം അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് പുതിയ അറിവുകൾ ഉണ്ടാകുന്നത്, പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടാകുന്നത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്, പുതിയ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിലെ വിവിധ സർവകലാശാലകളിൽ, ഗവേഷണ സ്ഥാപനങ്ങളിലെല്ലാം വിവിധ വിഷയങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗവേഷണങ്ങളാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ ഇത് മതി, ജോലി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങിയാൽ മതി. ഇപ്പോൾ അതുപോരാ. കാരണം പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും. പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രമാത്രം പുതിയ സബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക് ടെക്നോളജി, ബയോടെക്നോളജി തന്നെ പുതിയ സാധ്യതകൾ, ജനറ്റിക് എഞ്ചിനീയറിംഗിലെ പുതിയ സാധ്യതകൾ, ഇത് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള പ്രൊജക്ഷനെ കുറിച്ചും കഴിഞ്ഞുപോയ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്തെക്കുറിച്ചുമുള്ള പഠനത്തിനുമെല്ലാം ഈ അറിവുകളെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 10,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൃത്യമായി സർജിക്കൽ പ്രിസിഷനോട് കൂടി തിട്ടപ്പെടുത്താൻ ഇപ്പോൾ കഴിയും. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മളെന്താ പറയണത്? ഞങ്ങളൊക്കെ വെളുത്തവരാണ്, നിങ്ങളെല്ലാം കറുത്തവരാണ്, ഞങ്ങളെല്ലാം ആര്യന്മാരാണ്. കുറച്ചു പേര് പറയുമല്ലോ അങ്ങനെ. നിങ്ങളെല്ലാം ഒന്നുമല്ല. ചരിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരെല്ലാവരും ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണ്. അവിടെ നിന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര തിരിച്ചത്. ഇന്ത്യയിലേക്ക് അവർ വന്നത് എങ്ങനെയാണ് എന്ന് പുതിയ പുസ്തകം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്നത് ആദ്യം അഫ്ഗാനിസ്ഥാൻ വഴിയാണ് വന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ വന്നു. കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാഗം ഇറാനിലെ മെഡോസ് വഴി നോർത്ത് ഇന്ത്യയിൽ വന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് താമസിച്ചു. അതിൽ നിന്നൊരു ഭാഗമാണ് തെക്കേ ഇന്ത്യയിലേക്ക് വന്നത്. ആരാരാണ്? നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളാണ്. ഇത് വന്ന റൂട്ട് വരെ ക്ലിയർ ആണ്. ഇപ്പോൾ വന്ന റൂട്ട് എങ്ങനെയാണ്? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി മണ്ണ് കുഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ തലയോട്ടികൾ കിട്ടും മനുഷ്യന്റെ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥികൾ കിട്ടും. അത് ജനറ്റിക് പരിശോധന നടത്തി, ഇന്നത്തെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് ജനറ്റിക് പരിശോധന നടത്തിയാൽ കൃത്യമായ വർഷം, ഏത് വർഷത്തിലാണ് ഈ മനുഷ്യൻ, ഇതിലെ എത്രായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മനുഷ്യന്റെ മൂവ്മെന്റ്,
ഇതിലൂടെ ഉണ്ടായതെന്ന് കണക്കാക്കാൻ പറ്റും. അങ്ങനെ കണക്കാക്കാൻ പറ്റും 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ഗംഭീരമായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് പുസ്തകം റേ കാസ്വെൽ എഴുതിയ സിംഗുലാരിറ്റി ഈസ് നിയറർ എന്നാണ് പുസ്തകം. ഞെട്ടിക്കുന്ന പുസ്തകമാണ്. ഞാൻ വായിച്ച് ഷോക്കായി. കാരണം പറയുന്നത് ഈ ഡെക്കേഡിൻ്റെ അവസാനമാകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഈ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പമെത്തുന്ന പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും പോലും സമയമെടുക്കില്ല, അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യൻ്റെ ഒരു ക്രിയേഷനും മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതായി മാറിയിട്ടില്ല. ഇതാകാൻ പോവാ. എന്തൊക്കെ സംഭവിക്കാം? എല്ലാ കാര്യത്തിലും അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലേ? ഇപ്പൊ ഹെൽത്ത് കെയറിന് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പ്രൊജക്ഷൻ അറിയാലോ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ആയുസ് എത്രയായിരുന്നു? മനുഷ്യൻ്റെ ആയുസ് 35-40 വയസ്സായിരുന്നു ശരാശരി ആയുസ്. ഇപ്പം എത്രയായി? 70-75ആയി, ഏകദേശം ഇരട്ടിയിലോളമായി. എങ്ങനെയാ കൂടിയത്? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച, അല്ലേ? ഞാൻ തമാശയായിട്ട് പറയും, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു നെഞ്ചുവേദന വന്നു മരിച്ചെന്ന് പറയും. ഇപ്പം നെഞ്ചുവേദന വന്നാലോ? നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി നടത്തും, 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകൊള്ളാൻ പറയും, ജോലിക്ക് പോകാൻ പറയും, ഇല്ലേ? അപ്പോൾ അടുത്ത നൂറ്റാണ്ടാവുമ്പോഴോ? അടുത്ത നൂറ്റാണ്ടാവുമ്പോൾ ആയുസ് എത്രയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? 160-നും 180-നും വയസ്സിനിടയിലാണ്. എന്താ കാര്യം? ആരോഗ്യരംഗത്ത്, ഹെൽത്ത് കെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. കാറ് കൊണ്ടുപോയി കേടുപറ്റിയാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യുന്നത് പോലെ നമ്മളെ സ്കാൻ ചെയ്യും. അപ്പം തന്നെ ഡയഗ്നോസിസാണ് രോഗം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. കുറേ മരുന്നുകൾ എടുക്കും, എന്നിട്ട് പറയും ഇത് വേണ്ട, ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോവും, ഇത് വേണ്ട, തൻ്റെ ലിവർ പോവും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ. ആ മെഡിസിൻ കഴിച്ച അസുഖം മാറും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ഒരു ചെറിയ ചിപ്പ് പോലെ ഉണ്ടാക്കും. അത് നമ്മുടെ ബ്ലഡിൽ ഇഞ്ചക്ട് ചെയ്യും, നമ്മുടെ വെയിനിൽ ഇഞ്ചക്ട് ചെയ്യും. വെയിനിൽ, ബ്ലഡിലല്ല, വെയിനിൽ. എന്നിട്ട് അത് ഡോക്ടർ അതിനെ കൺട്രോൾ ചെയ്ത് ഇത് മൂവ് ചെയ്ത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. ബൈപ്പാസ് സർജറി വേണ്ട, ആൻജിയോപ്ലാസ്റ്റി വേണ്ട. ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകളെ മുഴുവൻ റിമൂവ് ചെയ്യും. ഒരു സെല്ല് പോലും ഇല്ലാതെ, ഒരു സെല്ല് ബാക്കി വന്നാൽ വീണ്ടും ക്യാൻസർ വരാം. ഒരു സെല്ല് പോലും ഇല്ലാതെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ഇങ്ങനെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. ഏജിങ് പ്രോസസ്സ്. പ്രായമാവില്ല, ഇതേ പ്രായത്തിലിരിക്കും. ഒരു 125 വയസ്സാവുമ്പോഴും ഞങ്ങളെപ്പോലെ പ്രായമാവില്ല. ഇതാണ് അതുവരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പുതിയ കാലമാണ്. ഞാൻ ആരോഗ്യരംഗത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി മറ്റു പല രംഗങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമായ പ്രവചനാതീതമായ മാറ്റമാണ്. ഈ മാറ്റമാണ്. അപ്പം ഇനിയുള്ള കാലത്ത് പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. തൊഴിൽ രംഗത്ത് ഒരുപാട് മാറ്റം വരിക. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ചിലപ്പോൾ ഒരു സമയത്ത് ഇല്ലാതാവും. വൺ ഫൈൻ മോർണിംഗ് ആ ജോലി ഇല്ലാതാവും. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു സാധ്യത അടയപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു ജോലിയുടെ സാധ്യത തുറക്കപ്പെടുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി. ഈ ഗവൺമെൻറ് എന്തിനാ? വിവിധ സെക്ടറുകളിൽ നിന്ന് എക്സ്പേർട്ടുകളെ വെച്ച് അവർ ഓരോ സെക്ടറും വാച്ച് ചെയ്യും. എന്താണ് അവിടെ നടക്കുന്നത്, ജോലിയുടെ സ്വഭാവം മാറുന്നുണ്ടോ, അതനുസരിച്ച് അവർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ് അതനുസരിച്ച് കരിക്കുലം ഫ്രെയിം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാക്കും. ഇൻഡസ്ട്രിയുമായി കൂടി ബന്ധപ്പെടും. പുതിയ അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പോൾ ഇതൊരു വെല്ലുവിളിയായി ഇതിനെ സ്വീകരിക്കണം. ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകളെ, അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ മെസ്സേജ് എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും എല്ലാവരെയും
അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.